Hello, good morning. Welcome to Ladino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ സ്വിച്ച് റിമോട്ട് പവർ സപ്ലൈ SMPS ആൻഡ് ഇൻവെർട്ടേഴ്സ് ഈ രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പൈൻഡ് MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ടോപ്പിക്കിലത്തെ MCQs നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. So first one, the most suitable device for high frequency inversion in SMPS is. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിലാണ് അല്ലെ SMPS നമുക്ക് ഹൈ ഫ്രീക്വൻസി ഇൻവേർഷൻ യൂസ് ചെയ്യുന്ന മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് ഏതാണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? BJT, IGBT, MOSFET, GTO അല്ലെ. BJT എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. IGBT ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ ആണ്. MOSFET മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആൻഡ് ഗേറ്റ് ടേൺ ആണ് GTO അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഏതാണ്? സി ഇസ് ദ റൈറ്റ് ആൻസർ ആണ്. അപ്പൊ മോസ്ഫെറ്റ് ആണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി ഇൻവേർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വിച്ച് റിമോട്ട് പവർ സപ്ലൈ ഈസ് യൂസ്ഡ് ഫോർ. എന്തിനാണ് നമ്മൾ SMPS അല്ലെങ്കിൽ സ്വിച്ച് റിമോട്ട് പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? obtaining controlled DC supply, switching over from one supply to another, obtaining AC voltage of low frequencies, obtaining AC voltages of high frequencies. Okay, അപ്പോൾ നമുക്കറിയാം SMPS എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഒരു DC സപ്ലൈ ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെ. സോ ഓപ്ഷനിൽ നമുക്ക് ഏതാണ് കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്? എ മാത്രമാണ്. ഒരു കൺട്രോൾഡ് DC സപ്ലൈ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ SMPS യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. The working of SMPS is based on SMPS ന്റെ അല്ലെങ്കിൽ സ്വിച്ച് റിമോട്ട് പവർ സപ്ലൈയുടെ വർക്കിംഗ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഇന്റഗ്രൽ കൺട്രോൾ പ്രിൻസിപ്പിൾ, ഫ്രീക്വൻസി കൺട്രോൾ പ്രിൻസിപ്പിൾ, ചോപ്പർ പ്രിൻസിപ്പിൾ, ഫേസ് കൺട്രോൾ പ്രിൻസിപ്പിൾ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ചോപ്പർ പ്രിൻസിപ്പിൾ. ഈ ഒരു ചോപ്പർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് SMPS എന്ന് പറയുന്നത്. ഓക്കെ, SMPS വർക്ക് ചെയ്യുന്നത് ചോപ്പർ പ്രിൻസിപ്പിളിന്റെ ബേസ് ചെയ്തിട്ടാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is the main advantage of SMPS over linear power supply? ഒരു ലീനിയർ പവർ സപ്ലൈനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ SMPS ന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്? there is no transformer, high efficiency, no filter required, only one stage of conversion. ഓപ്ഷൻ ബി is the right answer. higher efficiency ആണ്. ഓക്കെ, ലീനിയർ പവർ സപ്ലൈനെ കമ്പയർ ചെയ്യുമ്പോൾ SMPS എന്താണ്? ഹയർ എഫിഷ്യൻസി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ നോക്കാം. ഫസ്റ്റ് വൺ ലീനിയർ പവർ സപ്ലൈ അതുപോലെ തന്നെ SMPS തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. It completes the stepping down of AC voltage first, then it converts into DC. അപ്പോൾ ലീനിയർ പവർ സപ്ലൈ എന്താ ചെയ്യുന്നത്? ആദ്യം AC നെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് അതിനുശേഷമാണ് DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? SMPS AC ഇൻപുട്ട് സിഗ്നലിനെ DC ആയിട്ട് ആദ്യം കൺവേർട്ട് ചെയ്യുന്നു, then step down the voltage up to the desired level. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ AC നെ എന്ത് ചെയ്യുന്നു? DC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് then നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ആ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് SMPS ചെയ്യുന്നത്. ഓക്കെ, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു 20 to 25% ഓഫ് എഫിഷ്യൻസി ആണ് വരുന്നത്. ഇവിടെ നമുക്ക് SMPS 60 to 65% ഓഫ് എഫിഷ്യൻസി നമുക്ക് അവൈലബിൾ ആണ്. വോൾട്ടേജ് റെഗുലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് ലീനിയർ പവർ സപ്ലൈയിൽ റെഗുലേഷൻ നടക്കുന്നത്. ഹിയർ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ ദി വോൾട്ടേജ് റെഗുലേഷൻ SMPS. ഓക്കെ, ഏത് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞാൽ GRGO കോർ ആണ് നമ്മൾ ലീനിയർ പവർ സപ്ലൈയിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ SMPS നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെറൈറ്റ് കോർ ആണ് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലീനിയർ പവർ സപ്ലൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബൾക്കി ആണ്. പക്ഷെ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ലീനിയർ പവർ സപ്ലൈനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ബൾക്കി ആണ്. ഓക്കെ, സ്വിച്ച് റിമോട്ട് പവർ സപ്ലൈ എന്ന് പറയുന്നത് ലെസ് ബൾക്കിയർ വെൻ കമ്പയർ വിത്ത് ദി ലീനിയർ പവർ സപ്ലൈ. Then reliability നോക്കുകയാണെങ്കിൽ more reliable in comparison to the SMPS. SMPS നെ വെച്ച് നോക്കുമ്പോൾ more reliable ആണ് ലീനിയർ പവർ സപ്ലൈ. പക്ഷെ ഇവിടെ എങ്ങനെയെന്ന് പറയുന്നത് ആ ഒരു സ്വിച്ചിങ്ങിനെ ബേസ് ചെയ്തിട്ട്, ഓക്കെ, ആ ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിരിക്കുന്ന അതിൽ യൂസ് ചെയ്യുന്ന സ്വിച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ റിലയബിലിറ്റി ഈ SMPS ൽ പറയാൻ പറ്റുള്ളൂ. Then കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് SMPS-നേക്കാൾ കുറച്ച് കോംപ്ലക്സിറ്റി കുറവാണ് ലീനിയർ പവർ സപ്ലൈയിൽ. ബട്ട് ഹിയർ എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി കമ്പാരിറ്റീവ്ലി ഹയർ ആണ്. ഓക്കെ, then transient response നോക്കുകയാണെങ്കിൽ ഫാസ്റ്റർ റെസ്പോൺസും ഇവിടെ സ്ലോവർ റെസ്പോൺസും ആണ്. SMPS എന്ന് പറയുന്നത് ഒരു സ്ലോവർ റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്.
Then RF interference, there is no RF interference. ഇവിടെ നമുക്ക് RF shielding is required ആണ്. കാരണം എന്താണ്? കൂടുതൽ interference ഉള്ളതുകൊണ്ട്, സ്വിച്ചിങ് കൂടുതൽ interference ഉള്ളതുകൊണ്ട് നമുക്ക് RF shielding required ആണ് SMPS ൽ. Okay. Then noise and electromagnetic interference എന്ന് പറയുന്നത് നോയ്സിന് ഇമ്മ്യൂൺ ആണ്. അതായത് നമ്മുടെ ലീനിയർ പവർ സപ്ലൈയിൽ നോയ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറവാണ്. അതേപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് നമുക്ക് കുറഞ്ഞ രീതിയിലായിരിക്കും, വളരെ റെഡ്യൂസ്ഡ് ആയിട്ടായിരിക്കും ലീനിയറിൽ നിൽക്കുന്നത്. എന്നാൽ ഇവിടെ എങ്ങനെ സിഗ്നിഫിക്കൻ്റ്ലി ക്വൈറ്റ് സിഗ്നിഫിക്കൻ്റ്, അതായത് നമുക്ക് ഇവിടെ കുറച്ച് കൂടുതലാണെന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് EMI ഫിൽറ്റേഴ്സ് നമുക്ക് ഇവിടെ റിക്വയർഡ് ആണ്. ഓക്കെ. ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിനും അതുപോലെ തന്നെ റേഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിനുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലീനിയർ പവർ സപ്ലൈ. എന്നാൽ നമുക്ക് ഈ പറയുന്ന SMPS നമ്മൾ മൊബൈൽ ഫോൺ ചാർജേഴ്സിൽ, DC മോട്ടോഴ്സിൽ, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് SMPS-നുള്ളത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ലീനിയർ പവർ സപ്ലൈയും അതുപോലെ തന്നെ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് SMPS? Switched mode power supply. Option A is the right answer. Switched mode power supply. അപ്പോൾ നമുക്ക് S-നൊക്കെ പല പേരുകൾ ചോദിക്കും. Simple mode power supply, storage mode power supply, storage ഇത് രണ്ടും റിപ്പീറ്റ് ആണ് അല്ലേ? ഓപ്ഷൻ സിയും ഡിയും റിപ്പീറ്റ് ആണ്. നമുക്ക് ആൻസർ അറിയാം, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not part is not a part of DC power supply? DC power supplyയിൽ താഴെ തന്നിരിക്കുന്നതിൽ ഒരു പാർട്ട് അല്ലാത്തത് ഏതാണെന്നാണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ലോഡ് റെസിസ്റ്റൻസ്, റെക്ടിഫയർ, ഫിൽറ്റർ, റെഗുലേറ്റേഴ്സ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു DC പവർ സപ്ലൈയുടെ ഒരു പാർട്ട് അല്ല അല്ലെ? ഒരു DC പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡയറക്റ്റ് കറന്റ് ആണ് നമുക്ക് തരുന്നത്. വോൾട്ടേജ് ടു പവർ ഡിവൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ? ഒരു ഡയറക്റ്റ് കറന്റ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് 4 കോമ്പണന്റ് ആണുള്ളത്: ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽറ്റർ ആൻഡ് റെഗുലേറ്റർ. അപ്പോൾ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ആ ഒരു AC സപ്ലൈനെ റെക്ടിഫൈ ചെയ്ത് നമ്മൾ അതിനെ DC ആയിട്ട് ദെൻ അത് ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് അപ്ലൈ ചെയ്യാണ്. സോ നമുക്ക് ഇതിൽ ലോഡ് റെസിസ്റ്റൻസിന്റെ ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. സോ ഓപ്ഷൻ എ ആണ് നമുക്കിതിൽ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is the part of SMPS component? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈയുടെ ആ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഔട്ട്പുട്ട് ഫിൽറ്റർ കോയിൽ, മോസ്ഫെറ്റ്, സെനർ ഡയോഡ്, ഫെറ്റ്. നമുക്കറിയാം ഔട്ട്പുട്ട് ഫിൽറ്റർ കോയിൽ ആണ് കറക്റ്റ് ആൻസർ അല്ലെ? ഒരു ബ്ലോക്ക് ഡയഗ്രാം എടുത്ത് നോക്കാം. നമ്മളൊരു ഇൻപുട്ട് സപ്ലൈ എടുക്കുന്നുണ്ട്. അത് AC ട്രാൻസ്ഫോമറിൽ നിന്ന് എങ്ങനെയാണെങ്കിലും നമുക്ക് എടുക്കാം. ആ AC സപ്ലൈ നമ്മളൊരു ഇൻപുട്ട് റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ സപ്ലൈക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ റെക്ടിഫൈഡ് പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ ഒരു ഹൈ ഫ്രീക്വൻസി സ്വിച്ചിലേക്ക് കൊടുക്കുന്നു. ദെൻ ഫൈൻ ഇറ്റ് മൂവ്സ് ടു പവർ ട്രാൻസ്ഫോമറിലേക്കാണ്. അതിനുശേഷം ഔട്ട്പുട്ട് ഫിൽറ്റർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോയിൽ ഫിൽറ്റർ, ഔട്ട്പുട്ട് റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ, ദെൻ ഔട്ട്പുട്ട് DC ഔട്ട്പുട്ട് നമുക്ക് ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്കൊരു കൺട്രോൾ സർക്യൂട്ടും വരുന്നുണ്ട്. ഓക്കെ. സോ നമുക്ക് ഇതിൽ വരുന്നത് ഏതാണ്? ഔട്ട്പുട്ട് കോയിൽ ഫിൽറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഓക്കെ. What is the switching frequency of SMPS used in computer? കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരിക്കുന്ന SMPS-ന്റെ സ്വിച്ചിങ് ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. 20 kHz മുതൽ നിയർലി 100 kHz വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Which one of the following circuits allows control of the SMPS output? SMPS ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് അറിയാം. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. PWM സർക്യൂട്ട് ആണ്. പൾസ് വിത്ത് മോഡുലേറ്ററി സർക്യൂട്ട് ആണ് നമ്മളിതിൽ കൺട്രോൾ സർക്യൂട്ടിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആ ഒരു ഫീഡ്ബാക്കിൽ വരുന്നതാണ്. ഓക്കെ. അപ്പൊ എന്ന് പറയുന്നത് ഒരു ചോപ്പർ പ്രിൻസിപ്പിളിൽ യൂസ് ചെയ്യുന്നതാണ് SMPS എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് DC വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു പൾസ് വിത്ത് മോഡുലേഷൻ, അതിന്റെ ആ ഒരു ഡ്യൂട്ടി സൈക്കിൾ, ചോപ്പറിന്റെ ഡ്യൂട്ടി സൈക്കിൾ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഈ SMPS-ൽ പൾസ് വിത്ത് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഇൻവേർട്ടറിലാണ് അല്ലെ? ഔട്ട്പുട്ട് ഓഫ് ദ ഇൻവേർട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡയോഡ് റെക്ടിഫയർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. സോ നമ്മുടെ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? PWM സർക്യൂട്ട്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, what is the name of static device that converts fixed DC input voltage into variable DC output? ഒരു ഫിക്സ്ഡ് DC ഇൻപുട്ടിനെ ഒരു വേരിയബിൾ DC ഔട്ട്പുട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റാറ്റിക് ഡിവൈസിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? DC ചോപ്പർ, ബക്ക് കൺവേർട്ടർ, ബൂസ്റ്റ് കൺവേർട്ടർ, AC ലിങ്ക് ചോപ്പർ.
It is option A is the right answer. It is DC chopper ആണ്. അപ്പോൾ DC chopper എന്ന ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ് ഒരു DC ഇൻപുട്ട് വോൾട്ടേജിനെ ഒരു വേരിയബിൾ DC ഔട്ട്പുട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ A ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ റൈറ്റ് ഓപ്ഷൻ. First one, the function of inverters is to convert. അപ്പോൾ ഇൻവെർട്ടർ എന്തിനാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ടു കൺവേർട്ട് എ DC സോഴ്സ് ടു AC. അല്ലെ, ഒരു DC നെ നമ്മൾ AC ആൾട്ടർനേറ്റിംഗ് കറന്റ് ആ ഒരു ഫോമിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻവെർട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെ, ഇപ്പൊ സപ്പോസ് നമുക്ക് മെയിൻ സപ്ലൈയിൽ എന്തെങ്കിലും ഒരു പവർ ഇന്ററപ്ഷൻ വരികയാണെങ്കിൽ ഈ മെയിൻ സപ്ലൈയിൽ നിന്ന് ഓൾറെഡി നമ്മളൊരു ബാറ്ററി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ബാറ്ററി നമ്മൾ റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അല്ലെ, അപ്പൊ സപ്പോസ് മെയിൻ സപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ ആവുകയാണെങ്കിൽ, എന്തെങ്കിലും പവറിന്റെ പ്രശ്നം വരികയാണെങ്കിൽ ഈ ബാറ്ററിയിൽ സേവ് ചെയ്തിരിക്കുന്ന DC സോഴ്സിനെ നമ്മൾ ഒരു ഇൻവെർട്ടറിലേക്ക് പാസ് ചെയ്യുകയും ഈ ഇൻവെർട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? DC to AC ആയിട്ട് കൺവേർട്ട് ചെയ്യും. അല്ലെ, ഈ ഇൻവെർട്ടർ DC to AC ആയി കൺവേർട്ട് ചെയ്തിട്ട് ഒരു റിലേ വഴി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഒരു AC ലോഡിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെർട്ടേഴ്സ് നമ്മൾ ബേസ്ഡ് ഓൺ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അല്ലെ, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയൽ ടൈപ്സ്, പിന്നെ സിംഗിൾ ഫേസ്, 3 ഫേസ്, അങ്ങനെ n നമ്പർ ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് ഇൻവെർട്ടേഴ്സിന് വരുന്നത്. ഓക്കെ, സോ ദ ഫംഗ്ഷൻ എന്താണ്? കൺവേർട്ട് DC to AC. ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. A voltage source inverter is used when source and load inductance are respectively. ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ. അപ്പൊ നമ്മൾ 2 ടൈപ്സ് ഓഫ് ഇൻവെർട്ടർ ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറും അതുപോലെ തന്നെ കറന്റ് സോഴ്സ് ഇൻവെർട്ടറും ആണ്. അല്ലെ, അപ്പൊ ഇതിൽ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? സോഴ്സും ലോഡ് ഇൻഡക്റ്റൻസും എങ്ങനെയായിരിക്കണം? സോഴ്സ് ഇൻഡക്റ്റൻസ് നമുക്ക് സ്മോൾ ആയിരിക്കണം, ലോഡ് ഇൻഡക്റ്റൻസ് ലാർജും ആണെങ്കിലാണ് നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. When a voltage source inverter is used when the source and load inductance are small and large respectively. Okay, option A ആണ് റൈറ്റ് ആൻസർ. Current source inverters are suitable for supplying power to. Current source നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കറന്റ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് നമ്മൾ പവർ ഏത് ടൈപ്പ് ഓഫ് ലോഡിലേക്കാണ് കൂടുതലായിട്ട് സ്യൂട്ടബിൾ എന്നാണ് ചോദ്യം. അല്ലെ, അപ്പോൾ ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. ഒരു കപ്പാസിറ്റീവ് ലോഡ്സ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ സ്യൂട്ടബിൾ ഏതായിരിക്കും? കറന്റ് സോഴ്സ് ഇൻവെർട്ടർ ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. A current source inverter is obtained by inserting a large. ഒരു കറന്റ് സോഴ്സ് ഒബ്റ്റൈൻ ചെയ്യുന്നതിന്, കറന്റ് സോഴ്സ് ഇൻവെർട്ടർ നമുക്കത് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്? ഒരു ലാർജ് വാല്യൂ ഉള്ള ഒരു ഇൻഡക്റ്റൻസ് DC സപ്ലൈയുമായി സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലാർജ് വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇൻഡക്ടർ ആണ് നമ്മൾ DC സപ്ലൈക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് സപ്പോസ് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു കപ്പാസിറ്റർ അതാണ് നമ്മൾ പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വേണ്ടി. അത് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണെങ്കിൽ. കറന്റ് സോഴ്സ് ഇൻവെർട്ടറിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ലാർജ് വാല്യൂയിലുള്ള ഒരു ഇൻഡക്റ്റൻസ്, ലാർജ് വാല്യൂയിലുള്ള ഇൻഡക്റ്റൻസിനെ നമ്മൾ സീരീസ് ആയിട്ട് DC സപ്ലൈക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കറന്റ് സോഴ്സ് ഇൻവെർട്ടർ എന്നാണ്. ഓക്കെ, what are the important stages in a simple inverter? ഒരു സിമ്പിൾ ഇൻവെർട്ടറിൽ ഉണ്ടാകുന്ന എന്തൊക്കെ സ്റ്റേജസ് ആണ് ഉള്ളത്? നമ്മൾ അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, ഫംഗ്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കറിയാം എന്തൊക്കെയാണ്: ഓസിലേറ്റർ, ആംപ്ലിഫയർ, ട്രാൻസ്ഫോമർ, ഔട്ട്പുട്ട് സ്റ്റേജസ്. സോ ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. നമുക്ക് പവർ ഇന്ററപ്ഷൻ വരികയാണെങ്കിൽ ആദ്യം നമുക്കൊരു സിഗ്നൽ ഓസിലേറ്റ് ചെയ്യുന്നു, ഒരു ട്രിഗർ സിഗ്നലിന് ട്രിഗർ ചെയ്തെടുക്കുന്നു. ആ സിഗ്നൽ ആണ് നമ്മൾ ഈ ആംപ്ലിഫയറിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്വിച്ചിങ് ഡിവൈസസിന്റെ ആ ഒരു ഡ്യൂട്ടി സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ആംപ്ലിഫയർ ഔട്ട്പുട്ട് നമ്മളൊരു ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുകയും ആ ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലേക്ക് കൊടുക്കുകയും സെക്കൻഡറിയിൽ വരുന്ന ആ ഒരു വോൾട്ടേജ് ആണ് നമ്മൾ ഔട്ട്പുട്ട് സ്റ്റേജസിലേക്ക് കണക്ട് ചെയ്യുന്നത്. അല്ലെ, സോ നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് സ്റ്റേജസ് ഏതൊക്കെയാണ്? ഓസിലേറ്റർ, ആംപ്ലിഫയർ, ട്രാൻസ്ഫോമർ, ഔട്ട്പുട്ട് സ്റ്റേജസ്. ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. What is the output waveform of ideal inverter? ഒരു ഐഡിയൽ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് വേവ്ഫോം എന്തായിരിക്കും? സോ ഔട്ട്പുട്ട് ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? DC to AC ആണ്. സോ ഓപ്ഷൻ D, ഇറ്റ് ഈസ് എ സൈനുസോയിഡൽ വേവ് ആയിരിക്കും. ഓക്കെ, ഒരു ഐഡിയൽ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് വേവ്ഫോം എന്താണ്? ഇറ്റ് ഈസ് എ സൈനുസോയിഡൽ വേവ്ഫോം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The maximum output voltage of single phase half bridge inverter as compared to the single phase full bridge inverter.
അപ്പോൾ നമ്മൾ ഇൻവെർട്ടറിന്റെ തിയറി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിപെൻഡിങ് അപ്പോൺ ദ ലോഡ് നമ്മൾ ഇൻവെർട്ടറിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സിംഗിൾ ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ലോഡ് എന്ന് പറയുന്നത് സിംഗിൾ ഫേസിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്, ഔട്ട്പുട്ട് ലോഡ് എന്ന് പറയുന്നത്. 3 ഫേസ് എന്ന് പറയുമ്പോൾ 3 ഫേസിലേക്കായിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ എഗെയിൻ ഈ സിംഗിൾ ഫേസും അതുപോലെ തന്നെ ഫുൾ 3 ഫേസും നമ്മൾ എഗെയിൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറും അതുപോലെ തന്നെ ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഡിപെൻഡിങ് അപ്പോൺ ദ സ്വിച്ചിങ് ഡിവൈസസിനനുസരിച്ചിട്ടാണ് നമുക്ക് ഹാഫ് ബ്രിഡ്ജും ഫുൾ ബ്രിഡ്ജും വരുന്നത്. ഓക്കെ, അപ്പൊ ഹാഫ് ബ്രിഡ്ജിൽ വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാഫ് ആയിരിക്കും. അതായത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് V0/2 ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ ഫുൾ ബ്രിഡ്ജിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് എത്രയായിരിക്കും, ഫുൾ അതായത് മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഒരു സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നത്, ഇറ്റ് ഈസ് ഹാഫ് ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, V0/2. അപ്പൊ ഹാഫ് ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഒരു സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, what is the reason for having low backup time in UPS? UPS ല് ഓക്കെ, UPS ൽ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓക്കെ, എനിവേ കുഴപ്പമില്ല. സോ UPS ന്റെ ലോ ബാക്കപ്പ് ടൈമിന് റീസൺ എന്തുകൊണ്ടാണ് നമുക്ക് ബാക്കപ്പ് ടൈം UPS ൽ ഉണ്ടാകുന്ന ബാക്കപ്പ് ടൈം ലോ ആകുന്നതിനുള്ള റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഫോൾട്ടി ഇൻ ഇൻവെർട്ടർ സർക്യൂട്ട്, ബാറ്ററി is ഷോർട്ട് സർക്യൂട്ടഡ്, മെയിൻസ് എർത്തിങ് is not proper, ആംപിയർ അവർ കപ്പാസിറ്റി ഓഫ് ബാറ്ററി is not sufficient. അപ്പൊ നമുക്ക് അറിയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, സി അല്ല, സോ ഡബിൾ ഡി സി കൊടുത്തിരിക്കുകയാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ആംപിയർ അവർ കപ്പാസിറ്റി ഓഫ് ബാറ്ററി ഈസ് നോട്ട് സഫിഷ്യന്റ്, so that the low backup time in UPS will occur. Okay, അപ്പോൾ UPS ൽ low backup time ന് കാരണം എന്താണ്, ആംപിയർ അവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സഫിഷ്യന്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് ആംപിയർ അവർ എന്ന് നോക്കുകയാണെങ്കിൽ, the capacity of the battery is measured in ampere hour. ആംപിയർ AH ലാണ്, നമ്മൾ AH റേറ്റിംഗിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ AH is equal to I into T ആണ്. സോ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, AH/T I ആയിരിക്കും. AH എന്ന് പറയുന്നത് capacity of the battery, I is the current and T is the time ആണ്. So the backup time which is directly proportional to the ampere hour. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, the backup time which is directly proportional to the ampere hour and it is inversely proportional to the current ആണ് അല്ലേ. So the backup time in UPS എന്ന് പറയുന്നത് വളരെ ലെസ് ആണെങ്കിൽ capacity of the battery എന്ന് പറയുന്നത് it is not sufficient എന്നാണ് അർത്ഥം അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, the DC input, what is the above symbol represent in electrical system? ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ മുകളിൽ തന്നിരിക്കുന്ന സിമ്പൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? നമുക്ക് ഇൻപുട്ട് എന്താണ്, ഒരു DC ഇൻപുട്ട് ആണ്, അതിനെ ഞാൻ AC ഔട്ട്പുട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. which is the device, it is inverter അല്ലേ, it is an inverter. ഇൻവെർട്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, DC ഇൻപുട്ടിനെ ഒരു AC ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തരുന്ന ഡിവൈസ് ഏതാണ്, ഇൻവെർട്ടർ ആണ്. ഓക്കെ, what is the ambient temperature for the rated capacity of a UPS battery? ഒരു UPS ബാറ്ററിയുടെ റേറ്റഡ് കപ്പാസിറ്റിയുടെ ഒരു ആംബിയന്റ് ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു റേറ്റഡ് കപ്പാസിറ്റി ഓഫ് UPS ന്റെ ആംബിയന്റ് ടെമ്പറേച്ചർ ഇറ്റ് ഈസ് 25 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ഇറ്റ് ഈസ് 25 ഡിഗ്രി സെന്റിഗ്രേഡ്. 25 ഡിഗ്രി സെന്റിഗ്രേഡ്. Which of the following statement is incorrect for SMPS? SMPS എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ്. SMPS നെ ബേസ് ചെയ്തിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താണെന്നാണ് നോക്കാം. റിപ്പിൾസ് ആർ മോർ അറ്റ് ദ ഔട്ട്പുട്ട്, ഒരു റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, നമുക്ക് റിപ്പിൾസ് കൂടുതലായിരിക്കും വരുന്നത്. പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഈസ് ഹൈ, പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയും അത്യാവശ്യം ഒരു ലീനിയർ പവർ സപ്ലൈനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയാണ്. റെസ്പോൺസ് ടു ദ ലോഡ് വേരിയേഷൻ ഈസ് ഫാസ്റ്റ്, അത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ലോഡ് വേരിയേഷനിലേക്ക് ഉണ്ടാകുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്ലോവർ ആണ് അല്ലെ. സോ ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് ഇൻകറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. എഫിഷ്യൻസിയുടെ ബേസിൽ നമുക്ക് ഹയർ എഫിഷ്യൻസി തന്നെ ഉണ്ട്, കമ്പാരിറ്റീവ്ലി ഇറ്റ് ഹാസ് ഹയർ എഫിഷ്യൻസി ആണ്. സോ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്, റെസ്പോൺസ് ടു ലോഡ് വേരിയേഷൻ ഈസ് ഫാസ്റ്റ്, അത് നമുക്കൊരു ഇൻകറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ SMPS നെ നോക്കുമ്പോൾ A PWM switching scheme is used in single phase inverters too. ഒരു പൾസ് വിത്ത് മോഡുലേഷൻ സ്വിച്ചിങ് സ്കീം നമ്മൾ ഒരു സിംഗിൾ ഫേസ് ഇൻവെർട്ടറിൽ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കൂ, റെഡ്യൂസ് ദ ഹയർ ഓർഡർ ഹാർമോണിക്സ്, മിനിമൈസ് ദ എഫക്ട് ഓഫ് ലോഡ്, റെഡ്യൂസ് ദ ലോവർ ഓർഡർ ഹാർമോണിക്സ്, റെഡ്യൂസ് ദ ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റൻസ്. ഓപ്ഷൻ സി ആണ്, നമുക്ക് ലോവർ ഓർഡർ ഹാർമോണിക്സിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ
PWM സ്വിച്ചിങ് സ്കീം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പൾസ് വിത്ത് മോഡുലേറ്റിംഗ് സ്വിച്ചിങ് സ്കീം നമ്മൾ ആ സിംഗിൾ ഫേസ് ഇൻവെർട്ടറിൽ യൂസ് ചെയ്യുന്നതിനുള്ള റീസൺ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ റിഡ്യൂസിംഗ് ലോവർ ഓർഡർ ഹാർമോണിക്സ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ലൈൻ കമ്മ്യൂട്ടേറ്റഡ് ഇൻവെർട്ടേഴ്സ് ഹാവ്, ലൈൻ കമ്മ്യൂട്ടേറ്റഡ് ഇൻവെർട്ടേഴ്സിന് എന്താണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. AC on supply side and DC on load side, AC on both supply and load side, DC on both supply and load side, DC on the supply side and AC on the load side. It is option B is the right answer. Both supply ilum namukku load side ilum AC aanengil that is line commutated inverters aanu. Okay, line commutated inverters endana, it has both AC on both supply and load side. Option B aanu right answer. The main application of multi-level inverters. Multi-level inverters എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ട് ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ ഒരു ലെവലാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ, ഒരു മറ്റേ പർട്ടിക്കുലർ ലെവലായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നാൽ മൾട്ടി ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് പല ലെവൽസിലായിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു മൾട്ടി ലെവൽ ഇൻവെർട്ടറിൽ വരുന്ന ഒരു ഔട്ട്പുട്ട് വേവ് ഫോം ആണ്. 5 ലെവൽസ് വരാം, 3 ലെവൽ വരാം, അങ്ങനെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരുന്ന ആ ഒരു വേവ് ഫോം വരുന്നത്. അപ്പോൾ പല ലെവൽസ് ആയിരിക്കും, ഇതൊരു ലെവൽ, ഇത് സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, 4, 5 അങ്ങനെ പല ലെവലിൽ വരുന്നുണ്ട്. സോ അപ്പോൾ മൾട്ടി ലെവൽ ഇൻവെർട്ടേഴ്സിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്? വോൾട്ടേജ് റെഗുലേറ്റർ, സിൻക്രോണസ് ബക്ക് കൺവേർട്ടർ, DC മോട്ടോർ ഡ്രൈവ്, റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ. ഇറ്റ് ഈസ് option D is the right answer. Multi-level inverters are used mainly in reactive power compensation. Option D ആണ് നമുക്ക് right answer. Current source inverters are suitable for supply power to. നമുക്ക് ഇൻവെർട്ടേഴ്സിന്റെ 2 ടൈപ്സ് നമ്മൾ കുറെ ക്ലാസിഫിക്കേഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന 2 ക്ലാസിഫിക്കേഷൻ ആണ് കറന്റ് സോഴ്സ് ഇൻവെർട്ടറും അതുപോലെ തന്നെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറും. അപ്പോൾ ഈ കറന്റ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഏതിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്? RL ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ്, കപ്പാസിറ്റീവ് ലോഡ്സ് ആൻഡ് ഓൾ ലോഡ്സ്. ഓപ്ഷൻ സി is the right answer. The current source inverters are suitable for supply power to the capacitive loads. Option C ആണ് right answer. Inverters find applications in. Inverters നമ്മൾ ഏതിലാണ് യൂസ് ചെയ്യുന്നത്? UPS, DC drives, HVAC transmission rectifiers. Option A UPS ലാണ് നമ്മൾ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. Option A ആണ് right answer. A single phase voltage source square wave inverter feeds pure inductive load. The waveform of the load current will be. ഒരു സിംഗിൾ ഫേസ് വോൾട്ടേജ് സോഴ്സ് സ്ക്വയർ വേവ് ഇൻവെർട്ടർ ഒരു പ്യുവർ ആയിട്ട് ഒരു ഇൻഡക്റ്റീവ് ലോഡിലേക്കാണ് സപ്ലൈ കൊടുക്കുന്നത്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്യുവർ ഇൻഡക്റ്റീവ് ലോഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോഡ് കറന്റിന്റെ വേവ് ഫോം ഏത് ടൈപ്സിലായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഓക്കെ, ഓപ്ഷൻ സൈനസോയിഡൽ, റെക്ടാങ്കുലർ, ട്രപ്പിസോയിഡൽ ആൻഡ് ഓപ്ഷൻ ഡി ട്രയാങ്കുലർ. ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ വേവ് ഫോം ആയിരിക്കും. ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ വേവ് ഫോം ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? വേവ് ഫോം ഓഫ് ദ ലോഡ് കറന്റ് എന്ന് പറയുന്നത് IL. ലോഡ് കറന്റ് എന്ന് പറയുന്നത് എന്താണ്? IL ആണ്. IL-ന്റെ വരുന്ന ആ ഒരു ഔട്ട്പുട്ട് വേവ് ഫോം ഇറ്റ് ഈസ് ഇൻ ദി ട്രയാങ്കുലർ വേവ് ഫോമിലാണ്. Which of the following circuits can be used as DC transformer? ഒരു DC ട്രാൻസ്ഫോമർ ആയിട്ട് താഴെ തന്നിരിക്കുന്ന ഏത് സർക്യൂട്ട് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻസ്: കൺട്രോൾഡ് റെക്ടിഫയർ യൂസിംഗ് SCR, magnetic amplifier, inverter, none of these. Option C is the right answer. Inverter circuits can be used as a DC transformer. DC transformer ആയിട്ട് നമുക്ക് ഏതാ യൂസ് ചെയ്യുന്നത്? It is inverter. Option C ആണ് തന്നിരിക്കുന്നതിൽ right answer. For the three-phase full converter having resistive load, the ripple frequency F ripple is. ഒരു 3-phase full converter അല്ലെ, ഒരു full converterന്റെ റെസിസ്റ്റീവ് ലോഡ് ആണ് നമുക്കുള്ളത്. അവിടെ വരുന്ന റിപ്പിൾ ഫ്രീക്വൻസി F ripple എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് 300 ആണ്. കാരണം നമുക്കിവിടെ 3 phase ആണ് വരുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുന്നത് നോക്കൂ. അപ്പൊ ഒരു റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് എ കൺവേർട്ടർ ആണ്. അതെന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് സപ്ലൈ ഫ്രീക്വൻസി. നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസിയിൽ വരുന്ന ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്താണോ അതിന്റെ റിസൾട്ട് ആയിരിക്കും നമുക്ക് റിപ്പിൾ ഫ്രീക്വൻസി ആയിട്ട് കിട്ടുന്നത്. സോ എഫ് റിപ്പിളിലേക്കുള്ള ഇക്വേഷൻ ആണ് നമുക്ക് എഫ് റിപ്പിൾ വിച്ച് ഇസ് ഈക്വൽ ടു n into fs ആണ്. fs എന്ന് പറഞ്ഞാൽ സപ്ലൈ ഫ്രീക്വൻസി ആണ്. n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് പൾസസ് ഇൻ ടൈം പീരീഡ്. ഒരു ടൈം പീരീഡിൽ എത്ര പൾസസ് വന്നിരിക്കുന്നുണ്ടോ ആ നമ്പർ കൊണ്ട് നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഫൈനൽ ആൻസർ ആയിരിക്കും നമുക്ക് വരുന്ന റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 3-phase ഫുൾ കൺവേർട്ടർ ആണ്. സോ നമുക്ക് 6 പൾസസ് ആണ് വരുന്നത് അല്ലെ, 6 ഡിവൈസസ് ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഹാസ് 6 പൾസസ് ആണ് വരുന്നത്. സോ fs എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ് തന്നിരിക്കുന്നത്. എഫ് റിപ്പിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 into 50 ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് റിപ്പിൾ എന്ന് പറയുന്നത് 300 ഹെർട്സ് ആണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ.
For a three-phase semi-converter, if the firing angle for the thyristor is 90 degree, the freewheeling diode will conduct for a period of. So, നമുക്ക് ഒരു three-phase semi-converter ആണ്. അവിടെ firing angle എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ freewheeling diode കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു പീരീഡ് എത്രത്തോളം ഉണ്ടായിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എത്രത്തോളം പീരീഡ് ഉള്ള ആ freewheeling diode കണ്ടക്ട് ചെയ്യും. ഓപ്ഷൻസ് 90 ഡിഗ്രി, 30 ഡിഗ്രി, 120 ഡിഗ്രി, 0 ഡിഗ്രി. ഓപ്ഷൻ ബി 30 ഡിഗ്രി ആണ് കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡയോഡ് ഫ്രീ വീലിംഗ് ഡയോഡ്. അപ്പോൾ ഒരു ത്രീ ഫേസ് സെമി കൺവേർട്ടർ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് മോഡ് ഓഫ് ഓപ്പറേഷനിലാണെങ്കിൽ, അതായത് ആൽഫ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഫ്രീ വീലിംഗ് ഡയോഡ് എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ ഇത് ബിക്കം ഡിസ്കണ്ടിന്യൂസ് നേച്ചറിലാണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്? ആൽഫ മൈനസ് 60 ഡിഗ്രി ആയിരിക്കും. ആൽഫ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 90 ആണ് തന്നിരിക്കുന്നത് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ 90 മൈനസ് 60 എന്ന് പറയുമ്പോൾ എനിക്ക് കണ്ടക്ട് ചെയ്യുന്ന ടൈമിംഗ് പീരീഡ് എത്രയാണ്? 30 ഡിഗ്രിയിലാണ് ആ ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. The efficiency of linear power supply is around. Linear power supply യുടെ efficiency ഏകദേശം നമുക്ക് എത്രത്തോളം ഉണ്ടാകും? It is 20 to 30%. അതായത് 20 to 25% ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലീനിയർ പവർ സപ്ലൈയുടെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഇറ്റ് ഹാസ് ലെസ് എഫിഷ്യൻസി ആണ്. സോ 20 to 30% ആണ് നമുക്ക് കിട്ടുന്ന എഫിഷ്യൻസി. The efficiency of switched mode power supply. Okay, the efficiency of switched mode power supply is around. എത്രയാണ് നമുക്ക് എഫിഷ്യൻസി വരുന്നത്? 10 to 20%, 60 to 65, 30 to 40, 20 to 30. ഓപ്ഷൻ ബി 60 to 65%ഓളമാണ് നമുക്ക് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈയുടെ എഫിഷ്യൻസി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ലീനിയർ പവർ സപ്ലൈ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് 60 to 65%ഓളം നമുക്ക് എഫിഷ്യൻസി ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. In the SMPS regulator is accompanied by, SMPS regulator accompany ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? It is duty cycle control ആണ് അല്ലെ. ഓപ്ഷൻ എ ഡ്യൂട്ടി സൈക്കിൾ കൺട്രോൾ ആണ് നമുക്ക് വരുന്നത് റൈറ്റ് ആൻസർ. The disadvantage of SMPS over conventional linear power supply. ഒരു ലീനിയർ കൺവെൻഷണൽ ലീനിയർ പവർ സപ്ലൈ കമ്പയർ ചെയ്യുമ്പോൾ SMPS വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ലോ എഫിഷ്യൻസി, ബൾക്കി കോമ്പണൻസ്, ജനറേറ്റ് സ്ട്രോങ് ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് ഫീൽഡ്, low cost. Option C ആണ് right answer. The SMPS it generates strong electromagnetic interference field ആണ്. Okay, so option C ആണ് right answer. നമുക്ക് അവർ തമ്മിലൊരു കമ്പാരിസൺ നോക്കാം. ലീനിയർ പവർ സപ്ലൈയും സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈയും തമ്മിലൊരു കമ്പാരിസൺ നോക്കാം. It completes stepping down AC voltage first, then it converts into DC. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ആദ്യം AC-നെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷമാണ് കൺവേർഷൻ നടക്കുന്നത്. ഇത് AC-നെ ഒരു സിഗ്നൽ ആയിട്ട് DC ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് സ്റ്റെപ്പിംഗ് ഡൗൺ നടത്തുന്നത്. ഓക്കെ, SMPS എന്ന് പറയുന്നത്. എഫിഷ്യൻസി ഇറ്റ് ഈസ് നിയർലി 20 to 25. ഇവിടെ നമുക്ക് 60 to 65 ആണ് എഫിഷ്യൻസി വരുന്നത്. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ ആണ് പെർഫോം ചെയ്യുന്നത്. എന്നാൽ SMPS-ൽ നമുക്ക് പെർഫോം ചെയ്യുന്നത് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ്. ഇവിടെ മാഗ്നറ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് CRGO കോർ ആണ്. ഇവിടെ നമ്മൾ ഫെറൈറ്റ് കോർ ആണ് SMPS-ൽ യൂസ് ചെയ്യുന്നത്. വെയിറ്റ് ഇറ്റ് ഈസ് ബൾക്കി ആണ്. എന്നാൽ കമ്പാരിസൺ ലീനിയർ പവർ സപ്ലൈനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇറ്റ് ഈസ് ലെസ് ബൾക്കി ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, റിലയബിലിറ്റി നോക്കൂ, മോർ റിലയബിൾ ആണ്. SMPS-നെ കമ്പയർ ചെയ്യുമ്പോൾ മോർ റിലയബിലിറ്റി ആണ്. റിലയബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ സ്വിച്ചിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റിലയബിലിറ്റി SMPS-ന് പറയാൻ പറ്റുള്ളൂ. കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് SMPS-നേക്കാൾ ലെസ് കോംപ്ലക്സ് ആണ്. ഇവിടെ മോർ കോംപ്ലക്സിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. ട്രാൻസിയന്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഫാസ്റ്റർ റെസ്പോൺസ്, ഇറ്റ് ഹാസ് സ്ലോവർ റെസ്പോൺസ് ആണ്. RF ഇന്റർഫറൻസ്, there is no RF ഇന്റർഫറൻസ്. ഇവിടെ നമുക്ക് RF ഷീൽഡ് നമുക്ക് റിക്വയർ ആണ്. കാരണം മോർ RF ഇന്റർഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് RF ഷീൽഡിംഗ് ആവശ്യമാണ്. ഇവിടെ ഇറ്റ് ഈസ് ഇമ്മ്യൂൺ ടു നോയ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസിനൊക്കെ ഇമ്മ്യൂണിറ്റി ആണ്. പക്ഷെ ഇവിടെ നമുക്ക് എഫക്ട് ഓഫ് നോയ്സും അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസും ഒക്കെ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നമുക്കിവിടെ EMI ഫിൽറ്റേഴ്സ് നമുക്ക് ആവശ്യമാണ് SMPS-ൽ. ആപ്ലിക്കേഷൻസ് നമ്മളിവിടെ ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, RF ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മൊബൈൽ ഫോൺ ചാർജസിന്, DC മോട്ടോഴ്സിൽ, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് SMPS-ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് SMPS അതുപോലെ തന്നെ ഇൻവെർട്ടേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള MCQs. ഓക്കെ, താങ്ക് യു.